ഡിഫറൻസ് എന്താണ്? നിങ്ങൾ കുറച്ച് ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ദീക്ഷ എടുക്കാത്ത ആരെങ്കിലും അത് അറിയാവുന്നവരൊന്ന് കൈവക്കുക. എന്താണ് ഭഗവത്ഗീത, ഭാഗവതം, രണ്ടിന്റെ ഡിഫറൻസ് എന്താണ്? ഭാഗവതം എന്ന് പറയുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ തന്നെ, ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്ന ഉപദേശങ്ങളൊക്കെയാണ് മനുഷ്യരാശിക്ക് വേണ്ടി ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് മാതാജി പറഞ്ഞത് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് ഭഗവാനെ വേണമെന്നുള്ളവര് എന്തിനെ ആശ്രയിക്കണം? ശ്രീമദ് ഭാഗവതത്തെ ആശ്രയിക്കണം. ഇത് ആരാ രചിച്ചത്? ശ്രീല വ്യാസദേവൻ, അല്ലെ? ശ്രീല വ്യാസദേവനാണ് രചിച്ചത്. ഈ വ്യാസദേവൻ ഈ ശ്രീമദ് ഭാഗവതം രചിക്കാൻ തുടങ്ങിയപ്പോൾ അത് ആദ്യം ഫസ്റ്റ് എങ്ങനെയാണ് അദ്ദേഹം രചിക്കാൻ സ്റ്റാർട്ട് ചെയ്തതെന്നറിയോ? ആ ഫസ്റ്റ് ശ്ലോകം എന്താണ്? ഓം നമോ ഭഗവതേ വാസുദേവായ ജന്മാദ്യസ്യേതോനയാദരതശ്ചാത്യഷവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദയാദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ആ പരമസത്യത്തെ, അതായത് ജന്മാദ്യസ്യേതോനയാദരതശ്ചാത്യഷവിജ്ഞസ്വരാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ഉറവിടമായ അല്ലയോ ഭഗവാനെ, പിന്നെ എല്ലാ പൂർണ്ണ ജ്ഞാനത്തിന്റെയും പൂർണ്ണ സ്വതന്ത്രനുമായിട്ടുള്ള അല്ലയോ ഭഗവാനെ, പിന്നെ അതായത് ഈ ജലത്തിൽ നമ്മൾ അഗ്നിയെ കാണുന്ന പോലെയും, അല്ല അഗ്നിയിൽ ജലത്തെ കാണുന്ന പോലെയും ജലത്തിൽ കരയെ കാണുന്ന പോലെയും തെറ്റിദ്ധരിക്കും. നമ്മൾ ഈ എന്താ പറയാ, മരീചിക പറയില്ലേ, മരുഭൂമിയില് നമ്മൾ തെറ്റായിട്ട് ധരിക്കേണ്ട, പക്ഷെ അവിടെ പോകുമ്പോൾ അത് മിഥ്യയാണെന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ അതിനെ ആരാണോ ഇത് ആക്കി തന്നിരിക്കുന്നത്, പിന്നെ ശാശ്വതമായിട്ടുള്ള ഈ ഭൗതിക, നമുക്ക് ആത്മീയ ലോകത്തിൽ നമുക്ക് ഈ ഭൗതിക ലോകത്തിന് വാസ്തവികമായിട്ട് ആരാണോ തോന്നിപ്പിക്കുന്നത്, അതിന് കാരണഭൂതനായിട്ടുള്ളത് ആരാണോ, അങ്ങനെയുള്ള ആ എന്താ പരമസത്യത്തെ ഞാൻ പ്രണമിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ശ്രീല വ്യാസദേവൻ ശ്രീമദ് ഭാഗവതം തുടങ്ങിയിരിക്കുന്നത്, അല്ലെ? എന്നിട്ട് അതിൽ മുഴുവനും നമുക്ക് ഭഗവാന്റെ ആ കഥകളാണ്, നമുക്ക് ഭഗവാന്റെ, അതായത് സൃഷ്ടികളെ കുറിച്ചും പ്രപഞ്ചത്തെ കുറിച്ചും എല്ലാം നമുക്ക് അറിയേണ്ടതായിട്ടുള്ള സർവ്വ കാര്യങ്ങളും ശ്രീമദ് ഭാഗവതത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. എല്ലാ വലിയ വലിയ ഭക്തന്മാരുടെ എല്ലാം സ്തുതികൾ നമുക്ക് ആ ശ്രീമദ് ഭാഗവതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഓരോ അധ്യായങ്ങൾ നമുക്ക് വായിക്കുമ്പോഴും അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട്, അതിന്റെ ഫലശ്രുതി എന്താണെന്നുള്ളത് എഴുതിയിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മൾ ശ്രീമദ് ഭാഗവതത്തെ പറയണ്ട്, ഭഗവാൻ ഈ അവതാര ലീലകളെല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു പോയി കഴിയുമ്പോൾ ഈ ധർമ്മ തത്വങ്ങളൊക്കെ എവിടെയാണ് ഇരിക്കുക എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം പറയുന്നത് എന്താണ്? അത് ശ്രീമദ് ഭാഗവതത്തിലാണ് എന്നുള്ളത്. അപ്പൊ ഭാഗവതം വായിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു എന്താ പറയാ, നിർബന്ധമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ എത്ര പേര് ഇപ്പൊ ശ്രീമദ് ഭാഗവതം വായിക്കുന്നുണ്ട്? ഓക്കെ, അപ്പൊ നമുക്ക് ശ്രീമദ് ഭാഗവതം ഓക്കെ ഓക്കെ അപ്പൊ ഭാഗവതം എത്ര പേര് ശ്രവിക്കുന്നുണ്ട്? എന്താ കൈവെക്കാത്തവര്? നമ്മളിപ്പോ ഇവിടെ ഭാഗവതം ശ്രവിച്ചില്ലേ? പിന്നെ എന്താ നിങ്ങൾക്ക് ഡൗട്ട്? അപ്പൊ നമ്മൾ ഈ ശ്രവിച്ചത് ഭാഗവതം എന്നുള്ളത് ഓർമ്മ വരുന്നില്ലേ? ഓർമ്മ വരണം നമുക്ക്. അപ്പൊ ശ്രീമദ് ഭാഗവതം നമ്മൾ ശ്രവിക്കുന്നുണ്ട്. അപ്പോ ആർക്കൊക്കെ നമ്മുടെ വീട്ടില് ശ്രീമദ് ഭാഗവതം എത്തണം എന്ന ആഗ്രഹമുണ്ട്? ആഗ്രഹമാണ് ഞാൻ ചോദിക്കുന്നത്.